ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവാണ് മോദി എന്ന തരൂരിന്റെ പ്രശംസയും മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്രയിലെ പരാമർശങ്ങളും 9 മാസത്തിലധികം നീണ്ടുനിന്ന അപ്രതീക്ഷിത ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് വന്നതുമാണ് ഈ ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങൾ. പോലുമായില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ CWC അംഗവും MP-യുമായ ശശി തരൂർ ആവോളം പുകഴ്ത്തിയിട്ട്. അതുണ്ടാക്കിയ കോലാഹലങ്ങൾ കെട്ടടങ്ങും മുമ്പേ വീണ്ടും മോദിയെ പ്രശംസിച്ച് വിവാദത്തിലായിരിക്കുകയാണ് തരൂർ. ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവാണ് മോദി എന്നാണ് തരൂരിന്റെ പുതിയ പ്രശംസ. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് തിരുത്തിയാണ് തരൂരിന്റെ പുതിയ പരാമർശം. കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ലോക്സഭയിൽ ഉന്നയിച്ച വിമർശനമാണിപ്പോൾ നാണക്കേടായി പോയെന്ന് തരൂർ തന്നെ തിരുത്തി പറയുന്നത്. എന്തിനായിരിക്കും BJPയെ അനുകൂലിച്ച് തരൂർ കോൺഗ്രസിനെ തുടർച്ചയായി ഇങ്ങനെ വെട്ടിലാക്കുന്നത്? തുടർച്ചയായ മോദി സ്തുതിക്ക് പിന്നിലെന്ത്? റേസിന ഡയലോഗിന്മേൽ എന്തിനാണ് വിവാദമെന്നറിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. റഷ്യ യുക്രൈൻ വിഷയത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് 2023 രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പരസ്യമായും അല്ലാതെയും ഇനിയൊന്നും പറയാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ MP രംഗത്തെത്തിയത്. 2022 ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താനെന്നും അന്നത്തെ മണ്ടത്തരം ഞാൻ തിരുത്തുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു. എന്നാൽ തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമായെന്നും ശശി തരൂർ പറഞ്ഞു. ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രശംസ. The Indian position at the time, back in February 22. Well, a couple of years later, 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places. And therefore, India is in a position where it can make a difference to a lasting peace if it was so required, in ways that very few countries would be able to. As an Indian government, a person making such a decision, those considerations would really have to be uppermost before they say yes or no. But I can see it entirely possible that in these circumstances India would say yes. തരൂരിന്റെ പ്രശംസ BJPയും ഏറ്റെടുത്തു. തരൂരിന്റെ നിലപാട് സമൂഹ മാധ്യമങ്ങളിൽ BJP പ്രചരണായുധമാക്കി. തരൂരിനെ ടാഗ് ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ Xൽ അഭിനന്ദന കുറിപ്പുമിട്ടു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്ന് K. സുരേന്ദ്രൻ Xൽ കുറിച്ചു. മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പങ്കുവച്ചു. ഇതിപ്പോ വളരെ കൗതുകത്തോടെ എല്ലാവരും നോക്കിക്കാണുന്നത്, കാത്തിരിക്കുന്നത് റോയൽ പരിവാർ ഇതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. റോയൽ പരിവാർ അദ്ദേഹത്തെ പുറത്താക്കുവോ, അതല്ല കോൺഗ്രസിൽ അദ്ദേഹത്തെ തുടരാൻ സമ്മതിക്കുവോ? ശശി തരൂരിന് ഒരു പാഠം പഠിപ്പിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവോ എന്നുള്ള സംശയം മാത്രമേ മലയാളികൾക്കുള്ളൂ, നാട്ടിലുള്ളവർക്കെല്ലാം ഉള്ളൂ. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. കോൺഗ്രസ് പക്ഷേ, രാഹുൽ ഗാന്ധി പക്ഷേ വിദേശത്തെല്ലാം പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ്. അതും പറഞ്ഞിരിക്കുന്ന വസ്തുത
രാഹുൽ ഗാന്ധി ഇത്രയും കാലം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യാജ നെറേറ്റീവിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദമാണ്. ആ നിലയിൽ തരൂർ അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹത്തിനെ പാഠം പഠിപ്പിക്കുമെന്ന് മാത്രമേ ജനങ്ങൾ ഇപ്പോൾ സംശയം കാത്തിരിക്കുന്നുള്ളൂ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പരാമർശം കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പരാമർശം. പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന ശശി തരൂരിന്റെ തുടർച്ചയായ നിലപാടുകളിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്നാണ് പൊതുവികാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനവും കടുത്തിട്ടുണ്ട്. തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്നതിനാലാണ് സംസ്ഥാന നേതാക്കൾക്ക് അരിശം. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മാറും മുമ്പാണ് പ്രധാനമന്ത്രി മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകിയത്. പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്നതാണ് ആശങ്ക. നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് തരൂർ. നോക്കൂ, ഞാൻ എന്റെ പാർലമെന്റ് പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്. നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞതും റെക്കോർഡിലാണ്. ഞാൻ ഭാരതം പീസ് കീപ്പിംഗിൽ സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് റഷ്യയും യുക്രൈൻ രണ്ട് രാജ്യങ്ങളൊപ്പം ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിനിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. ഇതിൽ തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹമ്മദാബാദിൽ AICC സമ്മേളനം ചേരാനിരിക്കുന്ന കോൺഗ്രസിനെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഏറ്റ അടിയാണ് തരൂരിന്റെ പ്രതികരണം. കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ മോദിയെ പ്രശംസിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഡൽഹിയിൽ വെച്ച് തന്നെ തരൂർ മോദിയെ പുകഴ്ത്തിയതിൽ ദേശീയ നേതാക്കൾക്കിടയിലും കടുത്ത അമർഷമുണ്ട്. ഇതിനു മുമ്പ് വിവാദമുണ്ടായപ്പോഴൊക്കെ തരൂർ പറഞ്ഞത് താൻ രാഷ്ട്രീയത്തിനെ അതീതമായി വിഷയാധിഷ്ഠിതമായാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്നുമാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ രീതിയോട് പാർട്ടിക്ക് എത്രത്തോളം പൊരുത്തപ്പെടാനാകുമെന്നതും കണ്ടറിയണം. എന്നാൽ ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതു പാർട്ടികളെയാണെന്ന് CPM സംസ്ഥാന സമിതി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് MP. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുതെന്ന് ഇടതു പാർട്ടികൾ മുൻപ് പറഞ്ഞിരുന്നു. പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. ശശി തരൂർ കോൺഗ്രസിന്റെ വിലപിടിപ്പുള്ള നേതാവാണെന്നും CPM MP പ്രതികരിച്ചു. ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. അന്ന് അതിൽ ചില വിയോജിപ്പുകൾ ശശി തരൂർ ഉണ്ടായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ റഷ്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ 40% ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി. അതേസമയം ശശി തരൂർ എൻ്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിനറിയാം, അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നതിനെതിരെ നിരവധി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് വില കുറവിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നതിനെ മുമ്പ് അമേരിക്ക എതിർത്തപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ ഈ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. തൃപ്തികരമായ മറുപടിയൊന്നും കേന്ദ്ര ഗവൺമെൻറ് നൽകിയില്ല. ശശി തരൂർ ഒരു പക്ഷേ ഇപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
പരാമർശിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരാമർശിക്കണമെന്ന് ഞാൻ വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്രയും വിവാദത്തിൽ. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ മന്ത്രി വീണ ജോർജ് നടത്തിയ ഡൽഹി യാത്രയാണ് തിരിച്ചടിയായത്. ആശാവർക്കർമാർ നിരാഹാര സമരം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിനു പിന്നാലെ വീണ ജോർജ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോയിരുന്നു. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ അനുമതി കിട്ടാതെ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കണ്ട് മടങ്ങി. മുൻകൂട്ടി അനുമതി ഇല്ലാതായിരുന്നോ യാത്രയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ മുൻകൂട്ടി അനുമതി നേടുന്നതിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച പറ്റിയെന്ന് ആക്ഷേപമുയർന്നു. ബുധനാഴ്ച വൈകിട്ട് കത്ത് നൽകിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നുമാണ് ഇത് സംബന്ധിച്ചുണ്ടായ വിശദീകരണം. കത്ത് വൈകിയാണ് ലഭിച്ചതെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം. ഡൽഹി യാത്ര വിവാദത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സന്ദർശിക്കാനാണ് ഡൽഹി സന്ദർശനം നടത്തുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശാ പ്രവർത്തകർ കേരളത്തിൽ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണോ എന്നും വീണ ജോർജ് ചോദിച്ചു. തന്നെ ചില മാധ്യമങ്ങൾ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി തനിക്ക് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയില്ലെന്നും മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും പറഞ്ഞു. ആരോട് പറഞ്ഞു? നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ? ഞാൻ പോയില്ല, അപ്പൊ എന്താ കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ, അത് കണ്ടുപിടിച്ചോളൂ. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ. നിങ്ങളിപ്പോ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കൂ കേട്ടോ. അല്ല, നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്, അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ആര് പറഞ്ഞു? അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? പിന്നെ എന്താ പ്രശ്നം? അല്ല, എപ്പോ തേടണമായിരുന്നു? അല്ല, എപ്പോ തേടണമായിരുന്നേ? അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു? എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ. തെറ്റാണോ? അത്രേ ഉള്ളൂ. അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ അവർ കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടത്, മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയാലോ. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് പറയും. അല്ല, എപ്പോ എടുക്കണമായിരുന്നു? എടുക്കുമല്ലോ. അപ്പൊ അല്ല, ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് എന്റേത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ 6 മാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എന്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ഞാൻ പറയട്ടെ, ആശാ വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. എയിംസ് പറഞ്ഞു, ആശാ വർക്കർമാർ. പക്ഷേ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. എന്താണ്? വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പം 12-ാം തീയതി
ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശമാരുടെ സമരം തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു. NHMന്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു, അപ്പോയിന്റ്മെന്റ് എടുത്തു. അല്ല, അതാണ് സാഹചര്യം. മനസ്സിലായി, വ്യക്തമായത് കരുതുന്നു. അല്ല, ഇത് വളരെ കഷ്ടമാണ്. യെസ്, കറക്റ്റ്, അത്രേ ഉള്ളൂ. പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ, അതിൽ ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം. വളരെ ക്ലിയറാണ്. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ്, ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഇതേ പോന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് NHM ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരസമിതി നേതാക്കളെ കണ്ടത്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതൊഴിച്ചാൽ സമരം പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. തുടർന്ന് ആശയറ്റ ആശമാർ പട്ടിണി സമരത്തിലേക്ക് കടന്നു. ഇതിനിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നത്. ആശാമാരുടെ പ്രശ്നം മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലായി സമരക്കാർ. കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കാതിരുന്നതിനാൽ വീണ ജോർജ് ക്യൂബൻ സംഘത്തെ കണ്ട ശേഷം മടങ്ങി. നിയമസഭ നടക്കുന്നതിനിടെ ഡൽഹി യാത്രയ്ക്ക് 12-നാണ് സ്പീക്കർ ആരോഗ്യമന്ത്രിക്ക് അനുമതി നൽകിയത്. എന്നാൽ കൂടിക്കാഴ്ചയുടെ സമയവും സ്ഥലവും ഡൽഹിയിൽ വെച്ച് മന്ത്രിയോട് ചോദിച്ചപ്പോൾ വ്യക്തതയില്ലായിരുന്നു. കേരള ഹൌസിൽ എത്തിയിട്ട് നോക്കാമെന്ന് പ്രതികരിച്ച മന്ത്രി പിന്നീടാണ് അനുമതി ലഭിച്ചില്ലെന്ന് അറിയിച്ചത്. കൂടിക്കാഴ്ച നടക്കാത്തതിനാൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ വഴി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. അനുമതി ലഭിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഡൽഹിയിലെത്തുമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഞാൻ റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊരു 4 മണിയായപ്പോൾ 3:30 കഴിഞ്ഞപ്പോഴേക്കും റെസിഡന്റ് കമ്മീഷണർ വഴി ഞാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഇനി ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും. അല്ല, മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണ് ആരോഗ്യമന്ത്രി എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പങ്ക് വരുമോ? അല്ല, അതൊന്നും ഞാൻ കേട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെൻറ്റേഷൻസ് 2 കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയെ കാണാനാകാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന സാഹചര്യം മന്ത്രി വീണ ജോർജ് സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ വിശദീകരിച്ചു. ഡൽഹി യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരു മാധ്യമത്തോടും സംസാരിച്ചിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നാണ് പറഞ്ഞത്. വ്യാഴാഴ്ച കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. ആരോഗ്യമന്ത്രിക്ക് സൗകര്യം എപ്പോഴാണെന്ന് അറിയിച്ചാൽ അപ്പോൾ വന്ന് കാണും. മുഖ്യമന്ത്രി 2023 ജൂണിൽ നടത്തിയ ക്യൂബൻ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് ക്യൂബൻ സംഘത്തെ കണ്ടത്. ക്യാൻസർ വാക്സിൻ ഉൾപ്പെടെ വികസിപ്പിക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ സഹകരണം. കേന്ദ്ര സ്കീമിലെ പ്രവർത്തകർ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന മന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടുന്നതാണോ തെറ്റ്, അതോ അത് നൽകാതിരിക്കുന്നതാണോ എന്നിങ്ങനെയാണ് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ. ഡൽഹി യാത്രയെക്കുറിച്ച് സ്പീക്കർ നിയമസഭയിൽ പറയുന്നതിന്റെ വീഡിയോയും ആരോഗ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഭരണപരമായ ചില അടിയന്തര യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിലേക്കായി ഈ മാസം 20-ാം തീയതി ന്യൂഡൽഹിയിൽ എത്തിച്ചേരേണ്ട സാഹചര്യം സംജാതമായതിനാൽ അന്നേ ദിവസത്തേക്ക് തീരുമാനിച്ച ബിസിനസ്സുകളിൽ ഒരു ക്രമീകരണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി എന്നിവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെയർ ഇക്കാര്യം പരിശോധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. ഈ സാഹചര്യത്തിൽ 2025 ഫെബ്രുവരി 13-ാം തീയതി സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതിയുടെ 16-ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിൽ സഭയുടെ അനുമതിയോടെ ഭാഗികമായ ഭേദഗതി വരുത്തിക്കൊണ്ട് 2025 മാർച്ച് 19-20 തീയതിയിൽ സഭ പരിഗണിക്കാൻ തീരുമാനിക്കപ്പെട്ടിരുന്ന ബിസിനസ്സുകൾ പരസ്പരം മാറ്റിയിരിക്കുന്നതായി അറിയിക്കുന്നു. ഓർഡർ.
അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജ് സമയം തേടിയത് അറിഞ്ഞില്ലെന്നും മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. അടുത്തയാഴ്ച മന്ത്രിയെ കാണുമെന്നും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാമാരുടെ സമരവും മന്ത്രി വീണ ജോർജും കേന്ദ്ര ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുയർന്ന വിവാദവും KC വേണുഗോപാൽ MP ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. സഭയ്ക്കുള്ളിൽ വ്യക്തമായ മറുപടി നൽകാതിരുന്ന മന്ത്രി MP ചേംബറിലേക്ക് ക്ഷണിക്കുകയും വിശദമായ ചർച്ച നടത്താമെന്നുമായിരുന്നു മറുപടി നൽകിയത്. Whether these workers can be considered as the laborers and whether the minimum wages to them should be given all over India and whether retirement elements also should be given, whether the ministry is going to solve the education issues. For the question which he has asked, come to my chamber, I will discuss with you in detail. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര വിവാദത്തിൽ മന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീണ ജോർജ് ഡൽഹിയിൽ പോയത് JP നദ്ദയെ കാണാനായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യൂബൻ പ്രതിനിധികളെ കാണാനുള്ള കേരള ഡെലിഗേഷന്റെ ഭാഗമായാണ് മന്ത്രി ഡൽഹിയിലേക്ക് പോയത്. അതിന്റെ കൂടെ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണുമല്ലോ. അതുമാത്രമല്ല, അവിടെ പാർലമെന്റ് നടക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അതാ കാര്യം. എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാറുണ്ട്. ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ. അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല. മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു. കാണണമെന്ന് പറയുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ പറഞ്ഞു. 17-ാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു 10. എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല. കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവുമില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല. കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല. കാണാൻ വേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് നിങ്ങൾ കാണാൻ പോയില്ല, അവിടെ ശ്രദ്ധിച്ചില്ല, ആത്മാർത്ഥയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേ കാണാൻ ശ്രമിക്കുന്നത്. ഡൽഹിക്ക് പോകുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. അവിടെ ക്യൂബൻ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ്. അതാ കാര്യം. അത് പോയപ്പോൾ ഇതും കൂടി കാണുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാർത്താത്തിൽ ഞാനില്ല. വെറുതെ ആവശ്യമില്ല ചർച്ച കൊണ്ടു. കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയ രംഗങ്ങളിലും ഒരു കാമ്പും വേണ്ട നിങ്ങൾക്ക്, ഒരു വസ്തുതയും വേണ്ട നിങ്ങൾക്ക്. വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രിയോട് സംസാരിച്ചത്. പോകുന്ന കൂട്ടത്തിൽ ആ കാര്യം സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ക്യൂബൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. അല്ലാണ്ട് പോകുന്ന ആരെങ്കിലും ചോദിക്കാണ്ട് ആരെങ്കിലും പറയുമോ? ഞാൻ വിട്ടു, ആ ഭാഗം വിട്ടു. തോന്നിയ ദിവസം ചോദ്യം ചോദിച്ചാൽ തോന്നിയ ദിവസം ഉത്തരം പറയേണ്ടി വരും. ഞാനില്ല. തോന്നിയ ദിവസം ചോദ്യം ചോദിക്കുക, എന്നിട്ട് തോന്നിയ ദിവസം ഉത്തരം പറയാം. ഇല്ല, നിങ്ങൾ തന്നെ വേണം. എന്ത് ഉത്തരം വേണമെങ്കിൽ ചോദിക്കോ? വേറെ എന്താ പറയണല്ലോ? ഏതാ പറയാം? മിനിമം കൂലി. അത് മിനിമം കൂലി കൊടുക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായം മിനിമം കൂലി കൊടുക്കണം തന്നെയാണ്. അതിനെന്തെങ്കിലും കുഴപ്പം. പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കണം ആരും പാടില്ല. അന്നും പാടില്ല, ഇന്നും പാടില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി കൊടുക്കേണ്ടതാണ്. കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അത്രത്തോളം അഭിപ്രായം. അത് നിങ്ങൾ ഒതുക്കില്ല. അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടുന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാവാം. പോരെ. ആര് ക്ലെയിം, ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ ക്ലെയിം വെച്ചിട്ടാണ് ആളെ തീരുമാനിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ? ഞങ്ങൾക്കതില്ല. ക്ലെയിം വെക്കുക, എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക, അതൊന്നും പാർട്ടിക്കകത്തില്ല. അതെ, അഭിമാനകരമാണ് സംഭവം. അതൊക്കെ തർക്കമില്ല. ആയാലും കേരളത്തിന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയാൽ, പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസ ചോദ്യമാണ്. അതുകൊണ്ട് തോന്നിയ ഉത്തരം പറഞ്ഞാൽ തെറ്റാവും, തോന്നിയാസ ഉത്തരവും. ഞാൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട്. അവർ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്നിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല. 9 മാസത്തിലധികം നീണ്ടുനിന്ന അപ്രതീക്ഷിത ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ
സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു അത്. മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ക്രൂ 9 ബഹിരാകാശ ദൗത്യ സംഘത്തെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഇറങ്ങിയത്. ഉടൻ തന്നെ സ്പേസ് എക്സിന്റെ MV മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്തു. കപ്പലിലേക്ക് മാറ്റിയ പേടകം പിന്നെയും തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷം തുറന്നു. ആദ്യം നടുവിലിരുന്ന നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരെയാണ് പുറത്തിറക്കിയത്. ഇതിനുശേഷമാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത്. നാലാമതായി ബുച്ച് വിൽമോറിനെയും പുറത്തേക്ക് മാറ്റി. നീണ്ട കാത്തിരിപ്പും ലോകത്തിന്റെ ആകാംക്ഷയും അവസാനിപ്പിച്ച് ക്രൂ 9 ബഹിരാകാശ ദൗത്യ സംഘം മടങ്ങിയെത്തിയിരിക്കുകയാണ്. 4 പേരെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം മൊഡ്യൂൾ കടലിൽ ഇറങ്ങിയപ്പോൾ എല്ലാ സുരക്ഷയും US കോസ്റ്റ് ഗാർഡ് ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് വലിയ ഡോൾഫിനുകൾ പേടകത്തിനരികിലെത്തിയ കാഴ്ച നാസയുടെ ജോൺസൺ സ്പേസ് സെന്റർ കൗതുകത്തോടെ എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ്. മെക്സിക്കൻ ഉൾക്കടലിൽ ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ വരവേറ്റത് US കോസ്റ്റ് ഗാർഡിനൊപ്പം ഡോൾഫിൻ കൂട്ടവുമാണ് എന്നത് കൗതുകമായി. പേടകത്തിന് സമീപത്ത് കൂടി നീന്തി തുടിക്കുന്ന ഡോൾഫിനുകളുടെ ആകാശ ദൃശ്യം നാസ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സമീപത്ത് US കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും സ്പേസ് എക്സിന്റെ കപ്പലും ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഡോൾഫിനുകൾ ഡ്രാഗൺ പേടകത്തിനരികെ നീരാട്ട് തുടരുകയായിരുന്നു. നാസയുടെ നിക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരും റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗോർബനോവുമായിരുന്നു പേടകത്തിലെ മടക്കയാത്രക്കാർ. ഇവരിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയാണ് മടങ്ങിയെത്തിയത്. 2024 ജൂൺ 5 ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. അതേസമയം 2024 സെപ്റ്റംബർ 28 ഹേഗും ഗോർബനോവും ബഹിരാകാശത്തേക്ക് തിരിച്ചത്. ഭൂമിയിൽ നിന്ന് ഇരുവരും യാത്ര തിരിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന് സാങ്കേതിക പ്രശ്നം നേരിട്ടതോടെയാണ് നിലയത്തിലെ വാസം 9 മാസത്തിലേറെ നീണ്ടത്. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ ഇതിനിടെ പലതവണ നാസ ശ്രമിച്ചിരുന്നു. എന്നാൽ സ്റ്റാർലൈനറിലെ ത്രിസ്റ്ററുകൾക്കുള്ള തകരാറും ഹീലിയം ചോർച്ചയും പേടകത്തിന്റെ മടക്കയാത്ര പ്രതിസന്ധിയിലാക്കി. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ പരിഗണിച്ച് ഈ സ്റ്റാർലൈനർ പേടകം പിന്നീട് ആളില്ലാതെ നിലത്തിറക്കുകയാണ് ബോയിങ്ങുമായി ചേർന്ന് നാസ ചെയ്തത്. ഇതിനെല്ലാം ഒടുവിലാണ് സുനിതയുടെയും ബുച്ചിന്റെയും മടക്കയാത്ര 2025 മാർച്ചിലേക്ക് നാസ നീട്ടിയത്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.